മെയ് 8 നാളെ OTT റിലീസാവുന്നതും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീം ചെയ്യുന്നതുമായ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നാളെ OTT റിലീസാവുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഒരു മലയാള ചിത്രമാണ്. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വാഴ 2 എന്ന ചിത്രം മെയ് 8 നാളെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. 2026 വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായ ചിത്രം മലയാളത്തിലെ നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റും കൂടിയാണ്. രണ്ടാമത്തതും ഒരു മലയാള ചിത്രമാണ്. സൈജു കുറുപ്പ് നായകനായി 2026 ബ്ലോക്ക് ബസ്റ്ററായി മാറിയ മോഹിനിയാട്ടം എന്ന ചിത്രം നാളെ മെയ് 8 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കി വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ചിത്രം 2024 പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം കൂടിയാണ്. മൂന്നാമത്തതും ഒരു മലയാള ചിത്രമാണ്. അവൾ എന്നാണ് ചിത്രത്തിന് പേര്. സുരഭി ലക്ഷ്മി പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മെയ് 1 മുതലാണ് മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചത്. നാലാമത്തത് ഒരു തമിഴ് ചിത്രമാണ്. ഓ ബട്ടർഫ്ലൈ എന്നാണ് ചിത്രത്തിന് പേര്. നാളെ മുതൽ ചിത്രം സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അഞ്ചാമത്തതും ഒരു തമിഴ് ചിത്രമാണ്. സാത്താൻ ദ ഡാർക്ക് എന്നാണ് ചിത്രത്തിന് പേര്. ചിത്രം നാളെ മുതൽ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ആറാമത്തത് ഒരു തെലുങ്കു ചിത്രമാണ്. ദ കോയിറ്റ് എന്നാണ് ചിത്രത്തിന് പേര്. ചിത്രം നാളെ മുതൽ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഒരു തെലുങ്കു ചിത്രമാണ്. പാപം പ്രതാപ് എന്നാണ് ചിത്രത്തിന് പേര്. ചിത്രം ETV വിൻ വഴി മെയ് 7 ഇന്ന് മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു കന്നഡ ചിത്രമാണ്. ലവ് മോക്ടെയിൽ എന്നാണ് ചിത്രത്തിന് പേര്. ചിത്രം നാളെ മുതൽ ZEE5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തതും ഒരു കന്നഡ ചിത്രമാണ്. സൂപ്പർ ഹിറ്റ് എന്നാണ് ചിത്രത്തിന് പേര്. ചിത്രം മെയ് 8 നാളെ സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ലൈക്ക് എന്ന ചിത്രം മെയ് 6 മുതൽ ആമസോൺ പ്രൈം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.